ശ്രീബുദ്ധന്റെ വിഷപ്പാമ്പ്. ശ്രാവസ്തി നഗരത്തിൽ ഒരു വലിയ പണക്കാരനുണ്ടായിരുന്നു, ധനഞ്ജയൻ. ഒരു ദിവസം രാത്രി വേഗം കുറെ കള്ളന്മാർ തറയിൽ തുരങ്കമുണ്ടാക്കി ആ വീടിനുള്ളിൽ കയറി. പണവും ആഭരണങ്ങളും വാരി ചാക്കുകളിലാക്കി. വന്ന തുരങ്കത്തിലൂടെ തന്നെ അവർ തിരിച്ചിറങ്ങി. അവർ പുറത്തു കടന്നതും ഒരു ഭടൻ ആ വഴി വന്നു. ഈ ഓടയിലേക്കു ചാടി ഒളിക്കാം. അയാൾ കണ്ടില്ല. ഹ ഹ ഹ, രക്ഷപ്പെട്ടു. വൈകാതെ ഒരിടത്തിരുന്ന് അവർ കളവു മുതൽ വീതിച്ചു. ആ സഞ്ചികൾ അരയിൽ കെട്ടി അവർ മൂന്നു വഴിക്ക് പാഞ്ഞു. ഒരാൾ ഗ്രാമത്തിലെ വയലിലൂടെയാണ് ഓടിയത്. ഹൂഷ്! പക്ഷേ ഓട്ടത്തിനിടയിൽ അയാളുടെ സഞ്ചി താഴെ വീണു. ഓട്ടത്തിനിടയിൽ അതൊന്നും അയാൾ അറിഞ്ഞില്ല. ആ സമയം ധനഞ്ജയന്റെ വീട്ടിൽ, അയ്യോ, കള്ളൻ, കള്ളൻ, കള്ളൻ! എന്നെ വിട്, ഞാനൊരു ഭടനാണ്. ശാന്തനാകൂ. എപ്പോഴാണ് മോഷണം നടന്നത്? കുറെ മുമ്പ്. പക്ഷേ ആരെയും കാണാനില്ലല്ലോ. നീ ഓട തുറന്നു കിടക്കുന്നു. അവർ നടന്നു നീങ്ങിയപ്പോൾ, മഹാഭാഗ്യം! ഹാ, ഒരു വിഷപ്പാമ്പ്! നീ അതിനെ കണ്ടോ ആനന്ദ? കണ്ടു ഗുരോ, ഒരു കൊടും വിഷപ്പാമ്പ്. എന്റെ വയലിൽ ഒരു വിഷപ്പാമ്പോ? അതിനെ കണ്ടുപിടിക്കണം. ഇവിടെങ്ങും പാമ്പിനെ കാണുന്നില്ലല്ലോ. ഒരു സഞ്ചി. ഇതു കണ്ടിട്ടായിരിക്കും ഗുരു പാമ്പെന്നു പറഞ്ഞത്. നല്ല ഭാരം. പെട്ടെന്ന് ഭടൻ അയാളുടെ അരികിലെത്തി. എന്താടോ തന്റെ കയ്യിൽ? ഇങ്ങു താടോ, നോക്കട്ടെ. സ്വർണം. ഇവനായിരിക്കും കള്ളൻ. എടാ കള്ളാ! കള്ളനോ? ഞാനോ? ഞാനിത് വേണ്ട, കള്ളമൊന്നും പറയേണ്ട. പറയാനുള്ളതൊക്കെ രാജാവിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ രാജാവും കൃഷിക്കാരൻ പറയുന്നതു ശ്രദ്ധിച്ചില്ല. മോഷണക്കുറ്റത്തിന് ഇയാളുടെ കഥ കഴിച്ചേക്കൂ. വധശിക്ഷയ്ക്കായി കൊണ്ടുപോകുമ്പോൾ കൃഷിക്കാരൻ പതുക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരു വിഷപ്പാമ്പ്. നീയതിനെ കണ്ടോ ആനന്ദ? കണ്ടു ഗുരോ, ഒരു കൊടും വിഷപ്പാമ്പ്. ഈ പറഞ്ഞത് ബുദ്ധദേവന്റെയും ആനന്ദശിഷ്യന്റെയും കാര്യമാണോ? അതെ. എന്തിനാണ് നീ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതു രാജാവിനോടു നേരിട്ട് പറയാം. ഭടന്മാർ കൃഷിക്കാരനെ വീണ്ടും രാജാവിനു മുന്നിൽ ഹാജരാക്കി. ബുദ്ധന്റെയും ശിഷ്യന്റെയും വാക്കുകൾ നീ എന്തിനു പറഞ്ഞു? ഞാനൊരു കള്ളനല്ലാത്തതുകൊണ്ട്, പിന്നെ അവർ എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടും. ബുദ്ധൻ രക്ഷിക്കുമെന്നോ? എന്നാൽ അദ്ദേഹത്തോടു തന്നെ ചോദിക്കാം. രാജാവ് കൃഷിക്കാരനെയും കൂട്ടി ബുദ്ധന്റെ അടുത്തെത്തി. ഗുരു, അങ്ങ് ഇന്നു രാവിലെ ഇയാളുടെ വയലിൽ ചെന്നിരുന്നോ? ഉവ്വ്. അവിടെ എന്താണങ്ങു കണ്ടത്? എപ്പോഴാണു കണ്ടത്? അപ്പോൾ അങ്ങ് എന്തു പറഞ്ഞു? ഒരു സഞ്ചി. അതു കണ്ട് ഞാൻ പറഞ്ഞു, ഒരു വിഷപ്പാമ്പ്. നീ അതു കണ്ടോ ആനന്ദ? ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ? അതെ. അങ്ങയുടെ വാക്കുകൾ വീണ്ടും പറഞ്ഞ് ഇയാൾ സ്വന്തം ജീവൻ രക്ഷിച്ചു. പിന്നെ ഒരു നിരപരാധിയുടെ രക്തമൊഴുക്കിയ പാപം ഏൽക്കാതെ എന്നെയും രക്ഷിച്ചു. ആ സഞ്ചിയിൽ സ്വർണമാണെന്നും താമസിയാതെ അതു കണ്ടെത്തുന്ന കൃഷിക്കാരൻ ആപത്തിൽപ്പെടുമെന്നും ഗുരു അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം രാവിലെ വയലിൽ ചെന്നത്. മഹാനായ ഗുരു, എന്നെയും ഈ കൃഷിക്കാരനെയും രക്ഷിച്ചതിന് വളരെ നന്ദി. പിന്നീട് യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തി രാജാവ് ശിക്ഷിച്ചു. ജീവൻ നൽകാം. ഒരിക്കൽ ഒരു സ്ത്രീ മരിച്ചുപോയ തൻ്റെ കുട്ടിയുമായി ബുദ്ധന്റെ മുന്നിലെത്തി. അവനെ അദ്ദേഹത്തിന്റെ മുന്നിൽ കിടത്തിയിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ ഭർത്താവും 2 പുത്രന്മാരും നേരത്തെ മരിച്ചു. എൻ്റെ അവസാനത്തെ ബന്ധുവായ ഇവനും മരിച്ചു. അങ്ങേക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ ഇവനെ ജീവിപ്പിക്കണം. ബുദ്ധൻ നിശബ്ദനായി അല്പനേരമിരുന്നു. ജീവിപ്പിക്കാം. കുറച്ച് കടുക് കൊണ്ടുവന്നാൽ മതി. അത് പ്രാർത്ഥിച്ചെറിഞ്ഞാൽ ഇവൻ ജീവിക്കും. സ്ത്രീ സന്തോഷത്തോടെ തിരികെ നടന്നപ്പോൾ ബുദ്ധൻ ഇത്രയും കൂടി പറഞ്ഞു, പക്ഷേ ഇതുവരെ ആരും മരിച്ചിട്ടില്ലാത്ത ഒരു വീട്ടിൽ നിന്നു വേണം അത് വാങ്ങാൻ. എങ്കിലേ ഫലമുണ്ടാകൂ. ശരി ഗുരു.
അവൾ തിരക്കിട്ട് ഗ്രാമത്തിലേക്ക് ഓടി. ഓരോ വീട്ടിലും കയറി. അയ്യോ, ഞങ്ങളുടെ അച്ഛൻ മരിച്ചതാ. എൻ്റെ പുത്രൻ ഈയിടെ മരിച്ചു. ഒടുവിൽ ആരും മരിക്കാത്ത ഒരു വീടുമില്ലെന്ന് അവൾക്കു മനസ്സിലായി. അവൾ ഓടി ബുദ്ധൻ്റെ അടുക്കലെത്തി. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും മരണം ഒഴിവാക്കാനാവില്ല. എന്നോട് ക്ഷമിക്കൂ ഗുരു. മരണം എന്തെന്ന് ഞാൻ മനസ്സിലാക്കി. അലാവിയിലെ ഇടയൻ. അലാവി ഗ്രാമത്തിലെ ഒരു ഇടയൻ കൂട്ടം വിട്ടുപോയ ഒരു പശുവിനെ തെരഞ്ഞു നടക്കുകയായിരുന്നു. രാത്രി മുഴുവൻ തെരഞ്ഞിട്ടും അയാൾക്ക് പശുവിനെ കിട്ടിയില്ല. ഇടയന് പരിഭ്രമമായി. ശ്രീബുദ്ധൻ അലാവി ഗ്രാമത്തിലൂടെ വരുമെന്ന് അറിയിച്ചിരുന്ന ദിവസമായിരുന്നു അത്. ഛേ, നേരം ഒരുപാടായി. ഇപ്പോൾ ഗ്രാമത്തിലേക്ക് പോയില്ലെങ്കിൽ ബുദ്ധദേവന്റെ പ്രഭാഷണം കേൾക്കാൻ കഴിയില്ല. പക്ഷേ പശു, അതിനെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചാലേ എനിക്കു സമാധാനത്തോടെ പ്രഭാഷണം കേൾക്കാൻ പറ്റൂ. ഗ്രാമത്തിലേക്ക് പോകും മുമ്പ് എൻ്റെ ഗൗരി പശുവിനെ കണ്ടെത്തണം. ഈ സമയം ബുദ്ധനും ശിഷ്യന്മാരും ഗ്രാമത്തിലെത്തിയിരുന്നു. വന്നാലും ഗുരു, ഗ്രാമവാസികൾ അവർക്ക് ഭക്ഷണം നൽകി. അതിനുശേഷം അവർ അദ്ദേഹത്തിന് ചുറ്റും ഇരുന്നു. ഞാൻ ആർക്കുവേണ്ടി ഇവിടെ വന്നോ അയാൾ എത്തിയാൽ പ്രഭാഷണം തുടങ്ങാം. ഞങ്ങളെല്ലാവരും വന്നല്ലോ. ഇല്ല, ആ ഇടയൻ വന്നിട്ടില്ല. ബുദ്ധൻ കാത്തിരുന്നു. ആ സമയം ഇടയൻ, പശു ഇത്രയും ദൂരമൊന്നും. ഗൗരി, ഹായ് ഗൗരി. എന്തു പണിയാ ഗൗരി? ബുദ്ധദേവന്റെ പ്രഭാഷണം കേൾക്കേണ്ട സമയം മുഴുവൻ നിന്നെ തെരഞ്ഞു നഷ്ടപ്പെട്ടു. ഇപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടാകും. എങ്കിലും എനിക്ക് അദ്ദേഹത്തെ കണ്ടു വണങ്ങണം. വേഗം വാ. ഗ്രാമത്തിലെത്തിയ ഉടനെ അയാൾ പശുവിനെ തൊഴുത്തിലാക്കി. എന്നിട്ട് വെള്ളം പോലും കുടിക്കാൻ നിൽക്കാതെ ബുദ്ധന്റെ അടുത്തേക്കോടി. ഹാവൂ, ഗുരു പോയിട്ടില്ല. ആഹാരം കഴിക്കാതെ ഓടി വന്നതു നന്നായി. ഹോ, വിശപ്പു സഹിക്കാൻ വയ്യ. എങ്കിലും നിൽക്കൂ, ഭക്ഷണം വല്ലതും ഇരിപ്പുണ്ടോ? ഉണ്ട് ഗുരു. എങ്കിൽ ഇയാൾക്കു കുറച്ച് ഭക്ഷണം നൽകൂ. എൻ്റെ കൂടെ വരൂ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ ശരിക്കുള്ള വിശപ്പും ദാഹവും ഇടയനു മനസ്സിലായത്. അയാൾ കൈ കഴുകി ആശ്വാസത്തോടെ യോഗസ്ഥലത്ത് തിരിച്ചെത്തി. അയാൾ ഇരുന്നതും ബുദ്ധൻ പ്രഭാഷണം തുടങ്ങി. ഇടയൻ എല്ലാം മറന്ന് ലയിച്ചിരുന്നു. കഴിഞ്ഞപ്പോൾ, ഗുരു, എന്നെയും അങ്ങയുടെ സംഘത്തിൽ ചേർക്കണേ. ശരി മകനെ. ഗ്രാമവാസികളെ വിട്ട് ബുദ്ധനും ശിഷ്യന്മാരും നടന്നു നീങ്ങി. നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്ന് ഗുരു ഒരിക്കലും ചോദിക്കാറില്ല. എന്നിട്ടും ആ ഇടയന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അലാവി ഗ്രാമത്തിലേക്ക് പോയതു തന്നെ ആ ഇടയനെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ്. അയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ നിഷ്കളങ്കനായിട്ടാണ് അയാൾ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വിശന്നിരിക്കുന്ന ഒരാളെ ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയില്ല. ബുദ്ധദേവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ശിഷ്യന്മാർക്കു മനസ്സിലായി. അവർ യാത്ര തുടർന്നു.